നിങ്ങളിനി പറ്റിക്കപ്പെടില്ല. എത്ര യൂണിറ്റ് പവർ ഉപയോഗിച്ചുവെന്നും അതിന് എത്ര രൂപയാകുമെന്നും ഇനി സ്വയം നമുക്ക് തന്നെ നോക്കാൻ കഴിയും. KCBയുടെ ഓൺലൈൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട്. അതിന് നമ്മൾ ആദ്യമായിട്ട് മീറ്റർ റീഡിംഗ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. മീറ്റർ റീഡിംഗ് എടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലെ ഡിജിറ്റൽ മീറ്ററിൽ ഈ കാണുന്ന ബ്ലാക്ക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയും. നമുക്ക് വേണ്ടത് KWH ആണ്, കിലോ വാട്ട് അവർ. നമുക്ക് മറ്റു റീഡിങ്ങുകളൊന്നും ആവശ്യമില്ല, നമുക്ക് KWH മാത്രം എടുത്താൽ മതി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. KWH T1, T2, T3 അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ഓരോ സമയത്ത് ഉള്ള റീഡിങ്ങാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വെറും KWH മാത്രം മതി. കാരണം ഇപ്പോൾ കാണുന്ന 150 KWH അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് പഴയ മീറ്റർ റീഡിങ് നോക്കാം. അത് പഴയ ബില്ലിൽ കാണും. ആ മീറ്റർ റീഡിങ്ങും ഇപ്പോൾ ഉള്ള മീറ്റർ റീഡിങ്ങും കൂടി മൈനസ് ചെയ്യുക. ഇപ്പോൾ 60 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് KCBയുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മീറ്റർ റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് KCB എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു പേജ് ലിങ്ക് കാണിക്കും. ഓപ്പൺ ചെയ്ത് പേജ് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ താരിഫ് കാണാൻ കഴിയും. നമ്മുടെ വീടുകളിലെല്ലാം താരിഫ് സെയിം ആയിരിക്കും, TA ആയിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അവിടെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൺസ്യൂമർഡ് യൂണിറ്റിൽ എനിക്ക് കിട്ടിയ 60 നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫിക്സഡ് ചാർജാണ്. ഫിക്സഡ് ചാർജ് ഓരോ വീട്ടിലും വ്യത്യാസമായിരിക്കും. അത് നിങ്ങളുടെ പഴയ ബില്ലിൽ നോക്കി അറിയാവുന്നതാണ്. അതിനകത്ത് ഫിക്സഡ് ചാർജ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഫിക്സഡ് ചാർജ് വ്യത്യാസമാണ്. 2 ബില്ലിലും വ്യത്യസ്ത ഫിക്സഡ് ചാർജുകളാണ്. നമുക്ക് കൃത്യമായിട്ട് നോക്കി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ബില്ല് കിട്ടും. ഇങ്ങനെ ഏതൊരാൾക്കും ആരുടെ സഹായം ഇല്ലാതെ തന്നെ കറണ്ട് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നത്. ഇതുപോലത്തെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ടെക് ഇൻ മലയാളം എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ടെക് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.